ഈടായിട്ട് ബേസിൽ ടോവിനെ കൂടിയിട്ട് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്കുടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഷെയ്ക്കരി മിസ്സായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അത് ആ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻസെപ്ഷൻ എന്ന മൂവിയില് എന്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയ്ൻ എന്ന ആക്ടർ ക്രിസ്റ്റഫർ നോളനോട് ചോദിച്ചു, ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റിയൽ ആണോ അത് ഡ്രീം ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞു, ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ എല്ലാം റിയൽ ആണ് മിസ്റ്റർ മൈക്കിൾ കെയ്ൻ എന്ന് ചോദിച്ചു. അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രത്തില് നൻപകൽ നേരത്തുമായിട്ട് അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചാന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ തമിഴിന്റെ ആത്മാവ് കയറി കൂടിയതാണെന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അതല്ലാതെ വേറെ പറയുന്ന ഒരു ഭാഗക്കാരുണ്ട്. ഇതിലെ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിന് ശേഷം ലിജോയോട് ചോദിച്ചിട്ടുണ്ടോ, ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ലിജോ സാറ് ഒരു ഉത്തരം ഓഡിയൻസിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കടി ചോദിക്കേണ്ടി വന്നത്. എന്നോട് പറഞ്ഞില്ലേ പുള്ളി എന്നോട് പറയുക. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മുടെ ഒരു എന്താ പറയുക, ആ സിനിമ മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആൾക്കാർ ചെറിയ ഭാഗമായി. എന്നാലും മമ്മൂക്ക് പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോ നമുക്ക് ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല.